എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് മകരമാസം 18-ാം തീയതി. ഇന്ന് ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. 1/2/2026 ഞായറാഴ്ചയാണ്. ഇന്ന് എല്ലാവരും വളരെ നല്ല നല്ല കാര്യങ്ങളിൽ സന്തോഷത്തോടു കൂടി ഇടപെടുന്ന ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ദിവസമായിരിക്കും. ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ ഒക്കെ പോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാം. ഏതായാലും നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉറ്റവരിൽ ചിലർക്ക് ചില ക്ലേശങ്ങൾ ഉള്ളതറിഞ്ഞ് മനക്ലേശമുണ്ടാകാനും അതിനുവേണ്ടി ധനം ചെലവാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില മീറ്റിങ്ങുകൾ കൂടുകയും അതിന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത്. എന്നാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര തന്നെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കില്ല ഇന്നുണ്ടാകുന്നത്. ചില ശാരീരിക ക്ലേശങ്ങൾ അധികരിക്കുവാനും അതുപോലെ ഉറ്റവരിൽ ചിലർ പിരിഞ്ഞു പോകുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ എടുത്തിരുന്ന തീരുമാനങ്ങൾ മാറ്റിമറിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും യോജിച്ച ഒരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുവാനും ചില പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും ചികിത്സ സംബന്ധിച്ച ചില പുതിയ രീതികൾ സ്വീകരിക്കാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായ ചില അനുഭവങ്ങളുണ്ടാകാം. അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ എല്ലാവർക്കും പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടത്തുവാനും അത് നടത്തിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്ക് പുതിയ ഓപ്ഷനുകളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. കലാകാരന്മാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ മാറ്റങ്ങൾ വരുന്ന ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ വരാം. കായിക രംഗത്ത് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസവുമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും ചില വൈഷമ്യങ്ങൾ അതിനുശേഷം ഉണ്ടാകാനായി സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത കാണുന്നു. പുറത്തു നിന്നുള്ള ആഹാരം വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കുക. അതുപോലെ ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഇന്ന് അധികരിക്കാനും സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശങ്ങൾ, യാത്രാക്ഷീണങ്ങളൊക്കെ മൂലം ചില വൈദ്യസഹായമൊക്കെ തേടേണ്ടതായിട്ട് കാണുന്നു. സന്താനങ്ങളിൽ ചിലരുമായി കലഹമുണ്ടാകുവാനും അവരുമായി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനും ഇന്നത്തെ ദിവസം സാധ്യതയുള്ള ദിവസമാണ്. കുടുംബത്തിലെ ഷെയർ അല്ലെങ്കിൽ വീതം വയ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യുവാനും അനുകൂലമായ തീരുമാനമെടുക്കുവാനുമൊക്കെ സാധ്യത വരുന്ന ഒരു ദിവസമായിരിക്കും. ഇഷ്ടജനങ്ങളുമായി പിരിഞ്ഞു പോകുന്നതിലുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് ഇന്ന് വിപരീത ഫലമാണ് ഉണ്ടാവുക. എന്നാൽ വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹത്തിന് കാര്യങ്ങൾ തീരുമാനത്തിൽ താമസം നേടുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. വൃദ്ധജനങ്ങൾക്ക് ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ദിവസമായിരിക്കുമെന്ന്. ചില മാറ്റങ്ങൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസവുമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണതങ്കാല, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം
വളരെയധികം നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ശാരീരികമായി ചില നേട്ടങ്ങളുണ്ടാകുകയും ശരീരത്തിന് പുഷ്ടി വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സാ രീതികൾ വരികയോ അല്ലെങ്കിൽ എക്സർസൈസുകൾ പരിശീലനം ആരംഭിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അതുപോലെ നൃത്തരംഗത്ത് സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞ് വരുന്നതാണ്. ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ദൂരയാത്രയും ചിലവും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. കാലിന് ക്ഷതമേക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അഷ്ടമശനിക്കാലമായതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നീണ്ടുപോകുന്നത് ഓർത്ത് മനപ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുമായി കലഹിക്കാനും സാധ്യത തെളിഞ്ഞു കാണുന്നു. എന്നാൽ കച്ചവടത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്ന വൻകിട ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ലാഭകരമായ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും അനുകൂലമായ അനുമതി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമായി കാണുന്നു. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന രീതിയിലുള്ള വിളവുകൾ എടുക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രതീക്ഷകളുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസം ലഭിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പെർമിറ്റുകൾ പാസ്സാകാൻ ശ്രമിക്കുന്നവർക്ക്, അതുപോലെയുള്ള പെർമിഷൻസ് ലഭിക്കാൻ ശ്രമിക്കുന്നവർക്ക്, പാസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സങ്ങളുള്ള ആളുകൾക്കൊക്കെ അത് പരിഹരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ഓൺലൈനിലൂടെ അതെല്ലാം ശരിയാക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നിയമപാലകർക്ക് അല്ലെങ്കിൽ പട്ടാളം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ദിവസമായിരിക്കും. പുതിയ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ പ്രൊമോഷനുകളോ ഒക്കെ ലഭിക്കുമെന്ന സൂചന ലഭിക്കുവാനും സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾ കാണുന്നു. പ്രായം ചെന്ന ആളുകൾക്ക് അസുഖം വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണപ്രദമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മറ്റ് ചില ആളുകൾക്ക് റെഫറൻസ് കൊടുത്ത് അവരുടെ പ്രീതിക്ക് പാത്രീഭവിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. പുണ്യക്ഷേത്ര ദർശനത്തിന് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവാക്കുവാനും അല്ലെങ്കിൽ സഹകരിക്കുവാനും അതിൽ നിന്ന് സംതൃപ്തി ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. കുടുംബ ദേവതകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. സമാധാനപരമായി പോകുന്ന ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതേപോലെ വിവാഹാധികാരികൾ ആഗ്രഹിക്കുന്നവർക്ക്, സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ചില തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ലെറ്റർ വഴിയോ മെയിൽ വഴിയോ ഒക്കെ അഭിനന്ദനങ്ങൾ ലഭിക്കുകയും പുതിയ സംരംഭങ്ങൾ തുറക്കാനുള്ള അനുമതി ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് അസ്വസ്ഥത വരുന്നത് മൂലം അസ്വസ്ഥരാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ചില പ്രത്യേക തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വന്നേക്കാം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. പ്രണയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിലോ ഒക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും
ഇന്ന് ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോകുവാനും സാധ്യത കാണുന്നു. വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ സമ്മാനങ്ങൾ ലഭിക്കുവാനോ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ഇഷ്ടഭക്ഷണത്തിനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. വിമർശനങ്ങൾക്ക് പാത്രീഭവിച്ചിരുന്നവർക്ക് അതെല്ലാം തിരുത്തപ്പെട്ട് വളരെയധികം സമാധാനപരമായി ആളുകൾ തിരിച്ചറിയുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. സന്താനങ്ങൾക്ക് ഏറ്റവും ഉയർച്ച കണ്ട് മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ദിവസമായിരിക്കുമെന്ന്. അതുപോലെ ദൂരയാത്രയ്ക്ക് പോകുന്നവർക്ക്, ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവർക്കൊക്കെ മറക്കാനാവാത്ത നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസമാണെങ്കിലും വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാനോ അല്ലെങ്കിൽ വാഹനം സംബന്ധിച്ച ചില തർക്കങ്ങൾ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. ചെറിയ അപകടങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഊബർ വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരാധീനമുണ്ടെങ്കിൽ എല്ലാം അനായാസേന സാധിക്കാൻ കഴിയുന്നതാണ്. അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകാവുന്നതാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില സൽക്കാരങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വിപരീതമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുമായി കലഹിക്കുവാനോ അല്ലെങ്കിൽ മാറിപ്പോയ ചില ബന്ധങ്ങൾ തിരിച്ച് പുനഃസ്ഥാപിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. എപ്പോഴും അകന്നവർ അടുക്കുമ്പോഴും അടുക്കുന്നവർ അകലുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം. ധാരാളം വെള്ളം കുടിക്കുകയും അതേപോലെ ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുകയും ക്ഷേത്രത്തിൽ 7 വലം വയ്ക്കുകയും ഗണപതിക്ക് നാളികേരം അടിക്കുകയുമൊക്കെ വിശ്വാസമുള്ളവർ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. പുതിയ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു റൗണ്ടായിരിക്കും ഇന്നത്തെ ദിവസം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ വരുവാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന ലഭിക്കുവാനും സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് ഉള്ളത്. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. സ്വന്തമായുള്ള ദുഃഖങ്ങൾക്കൊക്കെ അയവ് വരുവാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ പങ്കാളിയെ ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതേപോലെ കാർഷിക വിളകൾ എടുക്കുവാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുവാനുമൊക്കെ സാധ്യതയുണ്ട്. മലഞ്ചരക്ക് വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. സന്തോഷകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി ഉണ്ടാകുന്ന കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമായിരിക്കുമെന്ന്. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുകയോ അതിൽ അഴിച്ചുപണികൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സന്തോഷകരമായ മുഹൂർത്തമായിരിക്കും വാഹന കമ്പമുള്ളവർക്ക്. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അത്തരത്തിലുള്ള വലിയ നല്ല സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പുതുതായി ഗ്രഹം വാങ്ങിക്കുകയോ അത് മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ദിവസമായിരിക്കും. 7.5 ശനിക്കാലമായതുകൊണ്ട് ആരോഗ്യസ്ഥിതിയും അതേപോലെ തന്നെ യാത്രകളും സാഹസിക യാത്രകളും സാഹസികമായ അഭ്യാസങ്ങളും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. പൊള്ളലോ ചതവോ മുറിവോ ഒക്കെ ഏൽക്കാൻ എളുപ്പമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ആരോപണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം സമൂഹത്തിൽ ഇടപെടാൻ. രാഷ്ട്രീയക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല.
ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമസ്കാരം.